ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ആരാണെന്ന സത്യം ഗംഗാധര മേനോനിൽ നിന്ന് തന്നെ രാജീവനും ശിവശങ്കര മേനോനും മനസ്സിലാക്കാണ് കേട്ടോ. സ്വന്തം പെങ്ങളുടെ മകളോടാണ് തങ്ങൾ ഇത്രയും ക്രൂരതകൾ ചെയ്തതെന്ന് ഓർത്ത് അവർക്ക് വിഷമവും കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നതിനായി ഗംഗാധര മേനോൻ്റെ കൂടെ രാജീവനും ശിവശങ്കര മേനോനും പോകുന്നുണ്ട് കേട്ടോ കടപ്പാട്ടൂർ വീട്ടിലേക്ക്. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറക്കുന്നത് നമ്മുടെ കൃഷ്ണമോളാണ് കേട്ടോ. അലീനയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഇവരാന്ന് അറിഞ്ഞതോടുകൂടി കൃഷ്ണമോൾക്ക് ഇവരെ ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ ഗംഗാധരമേനോനും ശിവശങ്കരനും രാജീവനും കൂടി അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണമോൾ തടയുന്നുണ്ട്. നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാ, നിങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച് എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് അറിയില്ലേ, എന്നിട്ട് എങ്ങനെയാ മോളെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നേ? ഞങ്ങൾ ബാലേന്ദ്രനെ കാണാൻ വന്നതാ, അലീനയെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോഴേക്കും ശബ്ദം കേട്ട് ബാലേന്ദ്രൻ താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവരെ കണ്ടതും ബാലേന്ദ്രൻ ചൂടാവാൻ തുടങ്ങി. പക്ഷേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രാജീവനും ശിവശങ്കരനും ബാലേന്ദ്രനെ കൂടുതലൊന്നും എതിർക്കുന്നില്ല കേട്ടോ. പറയുന്നതെല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കുന്നുമുണ്ട്. അതോടെ ബാലേന്ദ്രനും ഇവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് മനസ്സിലായി. അങ്ങനെ ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആരെ എത്രയും കാലം സംരക്ഷിച്ചിരുന്നേന്ന്? അതിന് രാജീവനും ശിവശങ്കര മേനോനും തല കുലുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല തങ്ങളുടെ കസ്റ്റഡിയിലാണ് അലീന എന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. അലീനയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു തരാമെന്ന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അലീനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ജോലിയോ വീടോ അതുമല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് വിവാഹം കഴിച്ച് അയക്കാമെന്നും അവർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകരം അവരൊരു കാര്യം ബാലേന്ദ്രനോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് അലീനയെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് കേട്ടോ. മാത്രമല്ല വൈജയന്തി ഒരിക്കലും അലീന സ്വന്തം മകളാണെന്ന് അറിയാനും പാടില്ല. കാരണം അതറിഞ്ഞാൽ വൈജയന്തി പിന്നീട് ഒരിക്കലും ആ വീട്ടിൽ നിൽക്കത്തില്ല. മാത്രമല്ല ചിലപ്പോൾ അവൾ ആത്മഹത്യ വരെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നത്. പക്ഷെ ബാലേന്ദ്രൻ അത്തരത്തിലൊരു ഉറപ്പും കൊടുക്കുന്നില്ല കേട്ടോ. അലീനയെ എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തിക്കണം, അതിനുശേഷം ബാക്കി തീരുമാനിക്കാമെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി പോലീസിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ അലീനയെ പൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയായിരിക്കും. മനു ആണെങ്കിൽ ഈ സമയം മറ്റു ബന്ധുക്കളോടൊക്കെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അലീന അവിടെ എത്തിയോന്ന്. കാരണം അവരൊക്കെ കൂടിയാണ് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അന്ന് കടപ്പാട്ടൂർ വീട്ടിലെത്തിയത്. അപ്പോൾ അവർക്കും ഈ കിഡ്നാപ്പിങ്ങിൽ പങ്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മനു ഓരോരുത്തരുടെ വീട്ടിലും കയറി ചെല്ലുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതൊരു കുടുംബ പ്രശ്നം ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് ഇടപെട്ടത്, അല്ലാതെ കിഡ്നാപ്പിങ്ങിനൊന്നും ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അങ്ങനെ മനു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പാഞ്ഞു നടക്കുകയാണ് കേട്ടോ അലീനയെ കാണാതെ. അപ്പോഴേക്കും ബാലേന്ദ്രനും പോലീസൊക്കെ അലീനയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ കാറിൽ നിന്ന് ഓടി ഇറങ്ങി അലീനയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയുടെ ജനലിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയെ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ വിളി കേട്ട് അലീന തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെ കണ്ടതും അലീന സന്തോഷത്തോടുകൂടി ഓടി വരുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക്. അലീനയെ കണ്ടതും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ആകെ വിഷമിച്ച് കരഞ്ഞ് അവശ്യ നിലയിലാണ് കേട്ടോ അലീന. അങ്ങനെ അലീനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അലീനയാണെങ്കിൽ ആകെ മരവിച്ച അവസ്ഥയിലാണ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്. വീട്ടിലെത്തിയതും കൃഷ്ണമോൾ ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ കരച്ചിലടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൃഷ്ണമോളും അലീനയും കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അത് കണ്ടതും ബാലേന്ദ്രന് വിഷമാവുന്നുണ്ട്. അലീനയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ബാലേന്ദ്രൻ അറിയില്ല. അങ്ങനെ അലീനയെ കിട്ടിയ വിവരം മനുവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അലീന തിരിച്ചെത്തിയെന്ന് അറിഞ്ഞതും മനുവിന് സമാധാനമായിട്ടോ. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ പാലായിലോട്ട് തിരിക്കുന്നുണ്ട് മനു. അപ്പോഴേക്കും നേരം ഒരുപാട് വൈകിട്ടോ. മനു കടപ്പാട്ടൂരെത്തിയപ്പോഴേക്കും പുലർച്ചെ 2 മണി 3 മണി നേരമായിട്ടോ. എന്നാൽ പോലും അലീനയെ കാണാതെ മനുവിനൊരു സമാധാനമില്ല. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ മനു. വാതിൽ തുറക്കുന്നത് ബാലേന്ദ്രനാണ് കേട്ടോ. ആ മനു, നീ എത്തിയോ? ഞാൻ വിചാരിച്ചു ഇനി നീ നാളെ വരുള്ളൂ എന്ന്. അപ്പം മനു പറയുന്നുണ്ട്, അതെങ്ങനെയാങ്ങളെ? എനിക്ക് അവളെ കാണാതെ ഒരു സമാധാനം കിട്ടും. അവളെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പ്രാന്ത് പിടിച്ച് അലയാ ഞാൻ. തിരുവനന്തപുരത്തുള്ള രാവണിയമ്മാവൻ്റെ മക്കളുടെ വീട്ടിൽ വരെ പോയി അന്വേഷിച്ചു ഞാൻ. ഓരോ നിമിഷം വൈകുന്തോറും എൻ്റെ നെഞ്ച് പടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അലീനയെ കിട്ടിയെന്ന് അങ്കിള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അപ്പം തന്നെ തിരിച്ചു ഞാൻ പാലായിലേക്ക്. അലീന ഓക്കെ ആണോ അങ്കിള്? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്,
അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു തന്നിട്ടുണ്ട് നിന്റെ അച്ഛനും കൊച്ചച്ഛനും. അതിന് അവൾ ആരാണെന്ന സത്യം അറിയേണ്ടി വന്നു നിന്റെ അച്ഛനും കൊച്ചച്ഛനും. സ്വന്തം പെങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞപ്പോഴാണ് അവളെ വിട്ടുതരാമെന്ന് അവർ സമ്മതിച്ചത്. മാത്രമല്ല അതിനൊരു കണ്ടീഷനും വെച്ചു, അലീനെ ഈ വീട്ടിൽ നിന്നും മാറ്റണമെന്ന്. അതുകൊണ്ടും തീർന്നില്ല, വൈജയന്തി ഒരിക്കലും അറിയാൻ പാടില്ല അലീന അവളുടെ മകളാണെന്ന്. ഇത് കേട്ടതും മനുവിന് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഛേ, അവർക്കെങ്ങനെ ഇത്ര ചീപ്പാവാൻ സാധിക്കുന്നത്? സ്വന്തം പെങ്ങളുടെ മോളാണെന്ന് അറിഞ്ഞിട്ട് പോലും അവളെ എവിടെ നിന്ന് മാറ്റണമെന്നോ? എന്നിട്ട് അങ്കിൾ എന്താ പറഞ്ഞേ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വ്യക്തമായൊരു മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. ആദ്യം അലീനെ കിട്ടണമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എൻ്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. അത്ര തന്നെ. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ എനിക്ക് അലീനെ ഒന്ന് കാണണം. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്താടാ, നിനക്ക് കാണാലോ. പക്ഷേ അവൾ ഉറങ്ങായിരിക്കും. കുറേ കരഞ്ഞതല്ലേ, കരഞ്ഞ് തളർന്നങ്ങ് ഉറങ്ങിപ്പോയി. നീ അവളെ ഉണർത്താനൊന്നും നിൽക്കണ്ട. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല അങ്കിളെ, എനിക്ക് അവളൊന്ന് കണ്ടാൽ മതി. അങ്ങനെ മനു അലീനയുടെ റൂമിൽ പോയി നോക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് ഉറങ്ങായിരിക്കും. അലീനെ കണ്ടതും മനുവിൻ്റെ കണ്ണെല്ലാം നിറയാൻ തുടങ്ങി. തൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ചെയ്തു തോർത്ത് മനുവിന് നല്ല സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അലീനയെ ഫേസ് ചെയ്യാൻ നന്നായി ബുദ്ധിമുട്ടുണ്ട് മനു. അങ്ങനെ കുറച്ചു നേരം അലീനയെ നോക്കിയെന്ന് മനു ആ റൂമിൽ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മനു, നീ അവളെ കണ്ടോ? അപ്പം മനു പറയുന്നുണ്ട്, കണ്ടു അങ്കളെ, അവൾ നല്ല ഉറക്കത്തിലാണ്. ഞാൻ വിളിക്കാനൊന്നും പോയില്ല. നന്നായി ഉറങ്ങിക്കോട്ടെ. എന്നാൽ ഞാൻ പോട്ടെ അങ്കളെ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇത്രയും വൈകിയില്ലേ, ഇന്ന് പോണോ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല അങ്കളെ, പോണം. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ചിലരെ കണ്ട് 2 വർത്താനം പറയാനുണ്ട്. അച്ഛനും കൊച്ചച്ഛനൊക്കെ ആണല്ലോ എന്ന് കരുതി ആ ബഹുമാനത്തോടെ ഞാൻ അത്രയും നാളും സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായേ അവർക്ക് അതിനുള്ള അർഹതയില്ലെന്ന്. അവരോട് 2 വാക്ക് പറയാതെ എനിക്കൊരു സമാധാനമില്ല. ഞാൻ നാളെ വരാം അങ്കളെ. അങ്ങനെ പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.